ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ, വയറുവേദനയൊക്കെയായിട്ട് ഇരിക്കുകയാണ്. അത് ഇന്നലെ ഒരു അൽഫാം കഴിച്ചതാണ്. എനിക്ക് തോന്നുന്നു നല്ല എരിവുള്ള അൽഫാമാണ് ഞാൻ കഴിച്ചത്. പെരി പെരി സ്പൈസി അൽഫാമാണ് കഴിച്ചത്. നല്ല എരി ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ വരുത്തുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉച്ചത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഉച്ചത്തെ ഫുഡ് നമുക്ക് നോക്കാം. എന്താണ്, അതെന്തോ ഒരു കൂട്ടാൻ, വെള്ളപ്പയറാണ് തോന്നുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടെന്ന് മാങ്ങ. അല്ലെങ്കിലേ വയറ് വേദനിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മാങ്ങയും കൂടെ വീഴ്ചാൽ പൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നലെ ആ അൽഫാം കഴിച്ചോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വയറ് വേദന. കുറേ തൈരൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഇനി ഫുഡ് കഴിക്കാം. ഫുഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചോറുണ്ട്, പിന്നെ നമ്മുടെ ഇത് മാങ്ങ ഇതുണ്ട്, പിന്നെ നമ്മുടെ പയറുപ്പേരി ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, വയറിന് എനിക്ക് നല്ലതായിരിക്കും. ഫുള്ള് കടപ്പായിരുന്നു. ഞാൻ എൻ്റെ ഇവിടെ ഗെയിം പ്ലേ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, നൂബ് മാസ്റ്ററിൻ്റെ. അപ്പോൾ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം പവറായിട്ട് വരാം ഗൈസ്. അപ്പം നമ്മുടെ അസുഖമൊക്കെ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ പറഞ്ഞ കുറച്ച് വിദ്യകളൊക്കെ ചെയ്തപ്പോൾ മാറി. തൈര് കുടിച്ചു, കുറേ റെസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ വയറുവേദനയൊക്കെ ശരിക്കും എന്താ പറയുക, മാഞ്ഞു പോയെന്ന് വേണേൽ പറഞ്ഞിട്ട് വരും. ഇതെവിടെ ഒരാൾ കോഴ. ഓക്കെ, സോ യാ, അപ്പോൾ നമ്മളൊന്ന് ഹനുമാൻ അമ്പലത്തിൽ വരെ പോകണമെന്നുണ്ട് ഗൈസ്. ഞാൻ അതുവരെ ഹനുമാൻ അമ്പലത്തിൽ പോയിട്ടില്ല. നമ്മുടെ കോട്ടയുടെ അകത്തുള്ള ഹനുമാൻ അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. കോഴിനെ തുറച്ച് നോക്കട്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന്. ബാ 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 ബാടി തങ്കോ, ബാ 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 ബാ. അയ്യേ പറ്റിച്ചേ, ചേച്ചിയുടെ കയ്യിലൊന്നും ഇല്ലേ, പറ്റിച്ചേ പറ്റിച്ചേ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ഹനുമാൻ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് കോട്ടർ അവിടേക്ക് ചുറ്റിയിട്ട് വരാം സുഹൃത്തുക്കളെ. അച്ഛനിപ്പോൾ ഒന്ന് കട വരെ പോയിരിക്കുകയാണ്. എനിക്ക് നാളെ സ്കൂൾ തുറക്കും, ബാക്ക് ടു സ്കൂൾ. ഓക്കെ, സോ അച്ഛൻ ഒന്ന് കട വരെ പോയിരിക്കുകയാണ്. എനിക്ക് ബണ്ണ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ, നാളെ തലയെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാ, ശരിക്കും സ്കൂൾ അടച്ചപ്പോൾ എല്ലാ സാധനങ്ങളും ഓരോരോ വഴിക്കായി എറിഞ്ഞെറിഞ്ഞ് എന്താ പറയുക ഒക്കെ മിസ്സായിപ്പോയി. ഇനി എല്ലാം ഒന്നും കൂടെ കണ്ടുപിടിച്ചെടുക്കണം. ഞാൻ അപ്പോൾ എത്ര നേരം യൂണിഫോം തേക്കായിരുന്നു. യൂണിഫോമൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ കുരുപ്പ് ഇത് തന്നെ ലോകം മൊത്തം ഒട്ടിച്ചു. ഞാൻ പിടിച്ചപ്പോൾ എല്ലാം എവിടെ കൊണ്ടിട്ടതാണ്. ഇല്ലെങ്കിൽ പുറത്തൊക്കെ പോയപ്പോൾ എൻ്റെ ഒരു കോഴിയെ നായ പിടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതുകളെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം കോഴി അകത്ത് തന്നെയാണ് ഇങ്ങനെ മേയിപ്പിക്കുന്നത്. അതും ഫുഡൊക്കെ നമ്മൾ പുറത്തൊന്നും കൊടുത്തിട്ട് ജസ്റ്റ് അകത്ത് ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് പുറത്തോട്ട് വിടും. ഇല്ലെങ്കിൽ അകത്ത് മൊത്തം ഡേർട്ടി ആക്കും. ഓക്കെ, യാ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ഹനുമാൻ അമ്പലത്തിലോട്ട് പോകാം. ഞാനൊന്ന് മേലൊക്കെ കഴുകി വന്നു. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് റെഡി ആയിട്ട് നേരെ ഹനുമാൻ അമ്പലത്തിലോട്ട് പോകാം. ഇപ്പോൾ ശ്രീ സിദ്ധി സായിബാബ ടെമ്പിളിലാണ്. ഓക്കെ, സോ അമ്പലം ഞാൻ കാണിക്കുന്നില്ല, കാരണം അങ്ങനെ കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ യാ, അമ്പലത്തിൻ്റെ ഇത് ഈ പേര് ഞാൻ കാണിക്കാം കേട്ടോ, ശ്രീ സിദ്ധി സായിബാബ ടെമ്പിൾ. അപ്പോൾ നമ്മളിവിടെ നേരെ ഇറങ്ങിയിട്ട് ഇനി മണപ്പുള്ളിക്കാവിലോട്ട് പോകാൻ വേണ്ടി പോകണം സുഹൃത്തുക്കളെ. സോ യാ, ലെറ്റ്സ് ഗോ. നേരെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ ഇരുട്ടായി. ഇപ്പം തന്നെ സമയം 8 മണിയായിട്ടോ. അമ്മ റെക്കോർഡ് ഓണാണ്, എല്ലാം കേൾക്കും. ഓക്കെ, സോ യാ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങുകയാണ്. എനിക്ക് ക്ഷീണമുണ്ട്. ഫുഡൊന്നും ഞാൻ നേരെ കഴിച്ചില്ല. ഉച്ചയ്ക്ക് ആ എരിവ് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത്ര കഴിച്ചില്ല എരിവ്. ഇനിയിപ്പോൾ വീണ്ടും രാത്രി വയറുവേദന വന്നാലും കൊണ്ട് യാത്ര കഴിച്ചില്ല, എന്നാലും കഴിച്ചു.
സ്റ്റിൽ അപ്പം ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. എത്ര നേരം ഞാൻ നാളെ നമുക്ക് സ്കൂൾ തുറക്കാമല്ലേ, അപ്പം അതിന് യൂണിഫോം തേച്ച് വെച്ച വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ അമ്മ എടുത്ത് തേക്കാൻ കൊടുത്തു. പിന്നെ മലയാളം ഇരുന്ന് എഴുതി. ഇനിയിപ്പോൾ ടൈം ടേബിൾ എടുത്ത് വെക്കണം. ഡ്രസ്സ് നാളെ ഇടാനുള്ളത് എടുത്ത് വെക്കണം. പിന്നെ നാളെ ഇടാനുള്ള എന്താ പറയുക, നമ്മുടെ ബണ്ണ്, ഹെയർ ബണ്ണ് എല്ലാം എടുത്ത് നമുക്ക് വെക്കണം. അപ്പോൾ ഫുള്ളിനി ജോലികളാണ്. ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ രാത്രിയും സെയിം ഫുഡ് തന്നെ കേട്ടോ. ചോറ് കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ കഴിച്ചിട്ട് വന്നേനെ. സോ ഗൈസ്, അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.